സ്തോത്രം. എന്നെ എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ ഉന്നം വച്ച വൈരിൻ കണ്ണിൻ മുൻപിൽ പതറാതെ കൺമാണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എന്നെ എന്നെ സ്തുതിക്കുവാൻ യോർദാൻ കലങ്ങി മാറിയും ജീവിത പാരങ്ങൾ ഏലിയാവിൻ പുതപ്പേരിലെ നിന്റെ വിശ്വാസ ശോധനയിൽ എന്നെ എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ നിനക്കെതിരാ വരും ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടായവൻ നിന്നവകാശം തൻ്റെ ദാസരിൽ നീതിയാവൻ. എന്നെ എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 28-ാം സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ അന്തർമന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. ദുഷ്ടന്മാരോട് അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ട്. അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണം പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായ്ക കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയും ആകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന്റെ ബലമാകുന്നു, തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി ദൈവവചനത്തിൽ നിന്നും ഒരു ഭാഗം നമുക്ക് നോക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. വചന ചിന്തയ്ക്കായി സങ്കീർത്തനം 27:14. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. കാത്തിരിക്കുമ്പോൾ നഷ്ടമല്ല, നിറവാണ് സംഭവിക്കുന്നത്. വൈകുന്നതാണ് വേണ്ടെന്ന് വയ്ക്കേണ്ടത് അല്ല. ശിക്ഷയല്ല, ശില്പം ചെത്തുന്ന പ്രോസസ്സാണ്.
യഹോവയിൽ പ്രത്യാശ വെച്ചവന് ഉത്തമമാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. കണ്ണുനീരിന്റെ നാളുകൾ സാക്ഷ്യത്തിന്റെ നാളുകളായി കർത്താവ് മാറ്റും. അതുകൊണ്ട് ഭയപ്പെടാതെ ധൈര്യമായിരിക്കാം. നിന്റെ ഹൃദയം കർത്താവിൽ ഉറച്ച് ഇരിക്കട്ടെ. ദൈവത്തിന്റെ സമയത്ത് നിന്റെ നേരെ ദൈവത്തിന്റെ പ്രകാശം ഉദിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ മറ്റൊരു ഭാഗം നാം പഠിക്കുമ്പോൾ ഒരു പുതിയ ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു. അതിന് കർത്താവ് നമുക്ക് മഹത്വം കൊടുക്കാം. എന്നാലേ ഹാഗാർ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ഉൽപ്പത്തി 16:13. ഹാഗാറിന്റെ നാട് മിസ്രയീമാണ്. അവൾ അബ്രഹാമിന്റെ വീട്ടിലെ വേലക്കാരിയാണ്. ഒരു അടിമയാണ് അവൾ പാർത്തിരുന്ന വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. അവൾക്ക് വേണ്ടി ചോദിക്കാനോ പറയാനോ ആരും ഇല്ല. അവളെ അറിയാനും ആരുമില്ല. അവളെ അന്വേഷിച്ച് ആരും വന്നില്ല. അവൾ ഒറ്റപ്പെട്ടു. പക്ഷേ സകലത്തിന്റെയും ഉടയവൻ അവളെ അന്വേഷിച്ച് അവൾ ഇരുന്ന സ്ഥലത്ത് ചെന്നു. ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങളെ അന്വേഷിപ്പാൻ ഒരു പക്ഷേ ആരും കണ്ടെന്നിരിക്കുകയില്ല. നിങ്ങളുടെ അവസ്ഥ ആരും അറിയുന്നില്ലായിരിക്കാം. പ്രിയ ദൈവ പൈതലെ, ഭയപ്പെടേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളെ കാണുന്ന ഒരു ഉടമസ്ഥൻ ഉയരത്തിലുണ്ട്. തളരരുത്, പിടിച്ചു നിൽക്കുക. തക്ക സമയത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പോടെ നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ കൃപയാൽ കർത്താവ് നിറയ്ക്കട്ടെ. ആമേൻ. അതിനാൽ കർത്താവെ, കൃപയോടെ ഓടുവാൻ, ആ ദൈവ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് യേശുവിനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി, സമാധാനങ്ങൾക്കായി, സൗഖ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നുപ്പാ. ഹല്ലേലൂയ. രോഗാവസ്ഥയിലും അങ്ങ് ഞങ്ങളെ വലങ്കരം പിടിച്ച് വഴി നടത്തുന്ന യേശു കർത്താവിന്റെ സ്നേഹത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നെന്ന് അരുളി ചെയ്ത യേശു കർത്താവ് ഞങ്ങളെ വലങ്കരം പിടിച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അതാ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണപ്പാ. എല്ലാവർക്കും യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ ദൈവം സഹായിക്കണപ്പാ. പലപ്പോഴും ഭാരങ്ങളും നിരാശകളും കടന്നു വന്ന് ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തുന്നതിനായി സ്തോത്രം. യേശു കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദി പറയുന്നു. കർത്താവേ, വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ, അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാം. സ്തോത്രം നാഥ. കർത്താവെ, രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് സൗഖ്യം, വിടുതൽ, ആശ്വാസവും നൽകണമേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം, വിടുതൽ പ്രാപിച്ചല്ലോ കർത്താവെ. നാഥ, മറ്റിതര വിഷയങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാഥ. എല്ലാവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി ദൈവമാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒന്നിനാരും ഭാരപ്പെടുവാനോ നിരാശപ്പെടുവാനോ ഇടയാകാതെ വണ്ണം കർത്താവ് എല്ലാ നിരാശയുടെ ആത്മാവ് പൂർണ്ണമായി അഴിഞ്ഞു മാറുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാവർക്കും സ്വർഗീയ സമാധാനം നൽകി ദൈവമാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങൾക്ക് ഭൂമിയിൽ അല്പകാലം മാത്രമേ വാസമുള്ളൂ എന്നറിയുന്ന നാഥ, എന്നാൽ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിത്യത ഉണ്ട് എന്ന് ഞങ്ങളുടെ ആത്മാവ് നിത്യസൗഭാഗ്യമായ ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഹല്ലേലൂയ എല്ലാവർക്കും ഒരു ഉത്തമ ബോധ്യം നൽകി യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് ദിനംതോറും യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. തുടർന്നും
പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെല്ലാം നിയന്ത്രിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവെ, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ, ആമേൻ. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. സ്തോത്രം.